പറഞ്ഞത് മമ്മൂട്ടിക്ക് ചാടാന്ന്, ഇപ്പൊ മോഹൻലാലിനെ ചാടാം. കാലത്തോട്ട് 8 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്യണം അവിടെ. മമ്മൂട്ടി പോയ ടൈമിൽ ഒന്ന് ക്ലാസ് കൈ കൊണ്ട് കളിച്ചു. മോഹൻലാലിനെ കാണിച്ചെന്താ അങ്ങനെ പിടിച്ച് തിന്നാൻ പോവാന്. ആരാധകരുടെ സങ്കടം ലാലേട്ടൻ മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ഗുരുവായൂർ വരണം. ഹലോ, ഞാൻ മുകേഷ് രാധാമാധവ്. നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ മകളുടെ കല്യാണത്തിനോടനുബന്ധിച്ച് നടന്നൊരു ചെറിയ പ്രശ്നമാണിത്. പ്രശ്നമെന്ന് പറയാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മീഡിയക്കാർ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിലവർ എടുത്തു പറയുന്നത് ലാലേട്ടന് മമ്മൂക്കേക്കാളും കൂടുതൽ ജാടയാണെന്നും അതുപോലെ ലാലേട്ടൻ കാറിൽ പോകുന്ന നേരം ഗ്ലാസ് താഴ്ത്തിയില്ല, അവരെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെയാണ് അവരുടെ കംപ്ലൈൻറ്റ്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ചിരിച്ചിട്ട് പോയേ, പക്ഷെ അവസരം കൂടുതൽ പേരും മമ്മൂക്കയിൽ ലാലേട്ടനെ കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവർ എടുത്തു പറയുന്ന ആരോപണം എന്ന് പറയുന്നത് മമ്മൂക്ക കാറിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് അവരെ കൈ കാണിച്ചാണ് പോയതെന്നും അതുപോലെ തന്നെ ലാലേട്ടൻ പോയപ്പോൾ ഗ്ലാസ് താഴ്ത്തിയിട്ടതുമില്ല, അവരെ മൈൻഡ് കൂടെ ചെയ്തില്ല എന്നാണ് ഇവരുടെ പരാതി. ഇതൊക്കെ ഒരു പരാതിയായിട്ട് എടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോ ലാലേട്ടൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സാധാരണക്കാരായ ഞങ്ങൾ പാവം ജനങ്ങള്, സ്ത്രീകള്, ഞങ്ങക്ക് ഇങ്ങനെ ലാലേട്ടനെ കാണാൻ പറ്റുമോ? അതിനുവേണ്ടി ഞങ്ങൾ വന്നിട്ട് ലാലേട്ടനെ അവിടെ വന്നിട്ടൊന്ന് കൈ വീശിയ മതിയായിരുന്നു. ഞങ്ങക്ക് സങ്കടം ഉണ്ടായില്ല. അത്രയും സങ്കടകരായി ലാലേട്ടൻ ഇങ്ങനെ ചെയ്തു. ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ലാലേട്ടൻ ഇങ്ങനെ ചെയ്തു. സെക്യൂരിറ്റി ചവിട്ടി എന്റെ കാലപ്പുരിതായി ലാലേട്ടനെ കാണാൻ ഒരിക്കലും ഞാൻ ലാലേട്ടനെ കുറ്റം പറയാൻ പോകുന്നില്ല. കാരണം ലാലേട്ടൻ എവിടെ പോയാലും ആള് കൂടും, അത് സത്യമായ ഒരു കാര്യമാണ്. അവിടെയെല്ലാം ലാലേട്ടൻ ഗ്ലാസ് താഴ്ത്തിയിട്ട് കൈ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ലാലേട്ടൻ മനഃപൂർവ്വം ഗ്ലാസ് താഴ്ത്താതെ ഇവരെ മൈൻഡ് ചെയ്യാതെ പോയി എന്നും ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ആ അവസരത്തിൽ ചിലപ്പോൾ ഓർത്ത് കാണത്തില്ലായിരിക്കും, ഗ്ലാസ് താഴ്ത്തിയിട്ടില്ലായിരിക്കും. അങ്ങനെ സംഭവിക്കാനേ വഴിയുള്ളൂ, അല്ലാതെ ഇവർ പറയുന്ന രീതിയിൽ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുരുവായൂർ വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ പ്രേക്ഷകരെ മുഴുവൻ കാണാനുള്ള അവസരം ലാലേട്ടൻ സൃഷ്ടിക്കണം. അതെ, ഈ സ്ത്രീകളുടെ ഈ സങ്കടം, സ്ത്രീകളുടെ ഈ ആരാധകരുടെ സങ്കടം ലാലേട്ടൻ മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ഗുരുവായൂർ വരണം. അതൊരു സന്തോഷമാണ്. ലാലേട്ടൻ ഗുരുവായൂർ വരണം എന്നാണ് പറയുന്നത്. ഇത്രയും സ്ത്രീകളെ ഗുരുവായൂർ വരണം. ഇവരുടെ മുന്നിൽ കാണാൻ വേണ്ടി കാത്തിരുന്ന ഈ ലെവലാണ് വന്നിട്ട് കാര്യമല്ലോ. ഞങ്ങളെ ആരാധക കാണുന്ന ആളാ. കാലത്തോട്ട് 8 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്യണം അവിടെ. മമ്മൂട്ടി പോയ ടൈമിൽ ഒന്ന് ഗ്ലാസ് കൈ കൊണ്ട് കളിച്ചു. മോഹൻലാലിനെ കാണിച്ചെന്താ അങ്ങനെ പിടിച്ച് തിന്നാൻ പോവാന്. ഇതിലിപ്പം പലരും ട്രോളായിട്ട് ഇറക്കുന്നത് മമ്മൂക്ക ജനങ്ങളോട് കൂടുതൽ അടുത്തിരിക്കുന്നു, ലാലേട്ടൻ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ചിലവർ ആവശ്യപ്പെടുന്നുണ്ട് ലാലേട്ടൻ വീണ്ടും ഗുരുവായൂരിൽ അവരെ കാണാൻ വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ചിലവർ ഇതിനകത്ത് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ പടം ഇനി ബഹിഷ്കരിക്കണമെന്ന്, അങ്ങനെ വരെ പറയുന്നുണ്ട്. അതിനുവേണ്ടി ഇതൊക്കെ ഒരു കുറ്റമാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്നു, ആ സമയത്ത് ജനങ്ങളെ എല്ലാം മൈൻഡ് ചെയ്യണമെന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല. മേലോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യാൻ എല്ലാവരും മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുമ്പോ അവര് കണ്ട് ഞങ്ങൾ അത്രയും ആത്മാർത്ഥത്തോട് പോയി കാണുമ്പോ ആ ജനങ്ങളാണ് അവരെ വലിയ എത്തിക്കണം അല്ലേ. ഇത്രയും ജനങ്ങൾ കാണാൻ വേണ്ടി അടുത്തുള്ള
നമ്മളെ പോലുള്ള മനുഷ്യന്മാരെ പിന്നെ അവരുടെ വികാരത്തെ മാനിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം അവർ ലാലേട്ടൻ്റെ മമ്മൂക്കയൊക്കെ കാണാൻ വേണ്ടിയായിരിക്കും അവർ അത്രയും നേരം അവിടെ കാത്തു നിന്നത്. അവർക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. അത് അവരുടെ ചെറിയൊരു വികാരമായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന്, അല്ലാതെ ഇതിൽ വലിയ ട്രോളാക്കാനോ അല്ലാതെ മമ്മൂക്കയെ ഉയർത്തി കാണിക്കുകയും ലാലേട്ടനെ കൊച്ചായി കാണിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരുടെ വികാരം അവർ പ്രകടിപ്പിച്ചു. ഇപ്പോൾ മാധ്യമങ്ങൾ അതെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലാലേട്ടൻ ഗുരുവായൂർ വരണം. ഒന്ന് കാണിച്ചു മര്യാദ കാണാൻ വേണ്ടിട്ട് എല്ലാവരും പറഞ്ഞ് മമ്മൂട്ടിക്ക് ചാടാന്ന്. ഇപ്പൊ മോഹൻലാലിനെ ചാടാം. ഇപ്പൊ മോഹൻലാലിനെ ചാടാം. ലാലേട്ടനെ കാണാൻ മോഹിച്ച് തയ്ച്ചു വന്നതാ. ലാലേട്ടനെ ഗ്ലാസൊന്നും നീക്കായിരുന്നില്ലേ? ഞങ്ങൾ അത്രയും ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലാലേട്ടൻ. ലാലേട്ടന്റെ ഗ്ലാസ് ഒന്നും നീക്കിയിട്ട് ഞങ്ങൾ ഇന്ന് കാണാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമായിട്ടാ, ഭയങ്കര സങ്കടമായി. നമുക്ക് പിന്നെയും ഗ്ലാസ് തമിഴ്നാടന്മാരും എന്തൊക്കെയായിരുന്നാലും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പേഴ്സണൽ ലൈഫിൽ അവർക്ക് കുറച്ച് റെസ്പെക്റ്റ് നമ്മളും കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ മാനസികാവസ്ഥയെ നമ്മളും നോക്കേണ്ടതാണ്. അവർക്ക് എപ്പോഴും നമ്മളെ നോക്കി ചിരിക്കാനും ഇല്ലെങ്കിൽ സ്നേഹപ്രകടനം നടത്താനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.